നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് തുടങ്ങാനിരിക്കുന്നു. ടീമുകൾ ഫ്രണ്ട്ലി മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് കമ്മ്യൂണിറ്റി ഷീൽഡ് ഉണ്ട്. ഏതായാലും ഇത്തവണ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണല്ലോ ചെൽസി ടീമിൽ വലിയ രൂപത്തിലുള്ള ഉടച്ചുവാർക്കലുകൾ നടത്തിയിരിക്കുന്നു. കൂടാതെ സാബി അലോൺസോയെ പോലുള്ള മികച്ചൊരു കോച്ചിനെ അവർ എത്തിച്ചിരിക്കുന്നു. ഇന്നലെ റയൽ സോസിഡാഡിനെ 3-1 ഗംഭീരമായിട്ട് അവർ പ്രീ സീസണിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് പ്രീമിയർ ലീഗിലെ അവരുടെ ആദ്യ മത്സരം ഫുൾഹാമിനെതിരെ കളിക്കുമ്പോൾ മികച്ചൊരു പ്രകടനം കാണാനാണ്. ഏതായാലും സ്ക്വാഡിലേക്ക് പലരെയും കൊണ്ടുവന്ന് നമ്മളൊക്കെ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരവധി താരങ്ങൾ അവർക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. കുറേ താരങ്ങൾ ഇപ്പോൾ ഒഴിവാക്കി. ഇനിയും പോകാൻ കുറച്ച് പേരുണ്ട്. നമ്മൾ തമാശക്ക് ആഡിസെയിൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ഏതൊക്കെ താരങ്ങളാണ് ഇനി പുറത്തേക്ക് പോവാൻ, എത്ര തുകയാണ് ചോദിക്കുന്നത്, അവരുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ മൂല്യം എത്രയാണ്, ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. ഓൾറെഡി പുറത്തു പോയ താരങ്ങൾ ആൻഡ്രി സാൻഡോസ് പോയല്ലോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയി. ട്രാൻസ്ഫർ ഫീ 56 മില്യൺ യൂറോയായിരുന്നു, 56.3 മില്യൺ. മാർക്ക് കുക്കറയ റയൽ മാഡ്രിഡിലേക്ക് വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ പോയിരുന്നു. 55 മില്യൺ യൂറോക്കാണ് ആ ഒരു സെയിൽ നടന്നത്. ട്രെവർ ചലോഭ പോയിരുന്നു, 30 മില്യൺ യൂറോക്കാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയിരുന്നത് കോമോയിലേക്കാണ്. അതോടൊപ്പം തന്നെ ടഴിക് ജോർജ് പോയിരുന്നു 21 മില്യൺ യൂറോക്ക്. പിന്നെ സറ്റ്പേവിൻ്റെ പോക്ക്, ഡാസ്റ്റൻ സറ്റ്പേവ് പോയത് ലോണിലാണ്. 350K യൂറോയാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അലിയാൻഡ്രോ ഗെർനാച്ചോ ലോണിലാണ് അദ്ദേഹം പോയിരിക്കുന്ന ആസ്റ്റൺ വില്ലയിലേക്ക്. അതുപോലെ തന്നെ ഫിലിപ്പ് ജോർഗൻസൻ പോയത് ലോണിലാണ്. സോ ഇത്രയും താരങ്ങൾ ഓൾറെഡി പോയി. 162.6 മില്യൺ യൂറോ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ റിസീവ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും പോവാനുള്ള താരങ്ങൾ പെഡ്രോനെറ്റോക്ക് പോവുമോ സംശയം പലർക്കും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരു പക്ഷേ കൈമാറ്റം നടത്തിയേക്കുമെന്ന് ഇന്ന് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് അൽ ഹിലാലിന് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ട് പെഡ്രോനെറ്റോയുടെ കാര്യത്തിൽ. സോ അതിനു വേണ്ടിയിട്ട് അവർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഡീൽ നടന്നേക്കും. പെഡ്രോനെറ്റോക്ക് 81 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്ന 60 മില്യൺ യൂറോയാണ്. അപ്പോൾ അതിനിടയിലുള്ള ഒരു തുകക്ക് അദ്ദേഹം ഒരു പക്ഷേ ട്രാൻസ്ഫർ ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. പിന്നെ നിക്കോളാസ് ജാക്സൺ 70 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. 40 മില്യൺ യൂറോയാണ് മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ്. മാലോ ഗസ്റ്റോ അദ്ദേഹം പോകുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവും. എന്തായാലും അദ്ദേഹത്തെയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. 87 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. ട്രാൻസ്ഫർ മാർക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 35 മില്യൺ യൂറോ ആയിരുന്നു. ലിയാം ഡെലാപ്പ് അദ്ദേഹം പോകാൻ നിൽക്കുന്നു. 58 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. 28 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ. അടുത്തത് അഡ്രാബിയോയുടെ കാര്യത്തിൽ 25 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. 16 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഒരു മൂല്യനിർണ്ണയത്തിൽ വന്നിരിക്കുന്നത്. എക്സൽ ഡിസാസിയുടെ കാര്യത്തിൽ 15 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കപ്പെടുന്നത്. മാർഗയുടെ കാര്യത്തിൽ 25 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. അതേസമയം 12 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒമഴി കെല്ലിമൻ്റെ കാര്യത്തിൽ 12 മില്യൺ യൂറോയാണ് ആസ്കിങ് പ്രൈസ്. 1.7 മില്യൺ യൂറോ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ട്രാൻസ്ഫർ മാർക്കറ്റ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു 373 മില്യൺ യൂറോ കൂടി അവർ ആസ്കിങ് പ്രൈസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ 200 മില്യൺ യൂറോയൊക്കെ അതിലൂടെ അവർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റിയേക്കും. ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജംബോ സ്ക്വാഡാണ് അവർക്കുണ്ടായിരുന്നത്. 40 താരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 25 താരങ്ങളിൽ മാത്രം ഒതുക്കണമെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിറ്റഴിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സജീവമായിട്ടിപ്പോൾ ട്രാൻസ്ഫർ ജാലകത്തിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സാബി അലോൺസോ ടീമിനെ സെറ്റാക്കി എടുത്തു എന്നൊരു തോന്നലാണ് ഇപ്പോൾ പ്രീ സീസൺ മത്സരങ്ങൾ കാണുമ്പോൾ ഉള്ളത്. ജാവോ പെഡ്രോ ഒക്കെ മിന്നും ഫോമിലാണ് നിൽക്കുന്നത്. എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.